പഴയ നിയമത്തിലെ എസ്തേർ എന്ന യഹൂദ പെൺകിടാവിൻ്റെ കഥയാണ് ഈ നൃത്തശില്പത്തിൻ്റെ ഇതിവൃത്തം. ഭാരതം മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന അസേറിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ കാര്യാലോചന മണ്ഡപം 128 പ്രവിശ്യകളിലെ അധിപന്മാരും നിരവധി രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജനപ്രതിനിധികളും സമ്മേളിച്ചിരുന്നു. ചക്രവർത്തി വിരുന്ന് സൽക്കാരം നടത്തുന്നു. എസ്തേർ എന്ന യഹൂദ പെൺകിടാവിനെ ചക്രവർത്തിയുടെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു. രാജ്ഞിയായി അവരോധിക്കപ്പെട്ട എസ്തേർ ചതിയന്മാരും ദുഷ്ടന്മാരുമായ രാജസേവകരിൽ നിന്നും യഹൂദ ജനതയെ രക്ഷിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. മാന്യമഹാജനങ്ങളെ, രാജാതിരാജൻ അസേറിയസ് തിരുമേനിയുടെ തിരുവുള്ളത്തിൽ നിന്നും കൽപ്പിച്ചിരിക്കുന്നത് എന്തെന്നാൽ, പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള എല്ലാ സുന്ദരിമാരും അടുത്ത മാസം 1-ാം തീയതി അസേറിയസ് ചക്രവർത്തിയുടെ രാജസന്നിധിയിൽ എത്തിച്ചേരേണ്ടതാണ്. അന്നേ ദിവസം രാജകൊട്ടാരത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സൗന്ദര്യ മത്സരത്തിൽ വിജയിക്കുന്ന കന്യകയെ കുലമോ ഗോത്രമോ ജാതിയോ നോക്കാതെ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് രാജ്ഞിയായി സ്വീകരിക്കുന്നതാണെന്ന് ഇതിനാൽ വിളംബരം ചെയ്യുന്നു. അതാ പതിനാവിന് മുഴങ്ങിക്കഴിഞ്ഞു. നമ്മളുടെ സൗന്ദര്യ റാണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരായിരിക്കും ആ സുന്ദരി? ഏത് ദേശക്കാരിയായിരിക്കും? രാജ്ഞീപദം അലങ്കരിക്കുന്ന സുന്ദരി ഭാഗ്യവതി തന്നെ. പുഷ്പം സുന്ദരി അവിടുത്തെ മുന്നിലേക്ക് എത്തുമിപ്പോ. അപ്സര കന്യയെ പോലൊരു സുന്ദരി അവിടുത്തെ മുന്നിലേക്ക് എത്തുമിപ്പോ. ആഹാ, എത്ര സുന്ദരിയാണ്, എത്ര ഭാഗ്യവതിയാണ്. രാജ്ഞിപദം അലങ്കരിക്കാൻ യോഗ്യതയുള്ളവൾ തന്നെ. സ്വർഗത്തിൽ നിന്നും വീണ കിന്നര കന്യയോ താരമൂടി. സ്വർഗത്തിൽ നിന്നും വീണ കിന്നര കന്യയോ താരമൂടി. നീ എന്റെ രാഗപരാഗമല്ലോ, നീ എന്റെ സൗഭാഗ്യറാണിയല്ലോ. നീ എന്റെ രാഗപരാഗമല്ലോ, നീ എന്റെ സൗഭാഗ്യറാണിയല്ലോ.
ഗ്രാമീണ അവിടം അടിയനെ അനുഗ്രഹിക്കൂ ഞാനൊരു പാവം ഗ്രാമീണ അവിടം അടിയനെ അനുഗ്രഹിക്കൂ പേർഷ്യതൻ മണ്ണിലെ വർണ്ണമയൂരമായി എന്നെന്നും വാഴ നീയോമലാലേ പേർഷ്യതൻ മണ്ണിലെ വർണ്ണമയൂരമായി എന്നെന്നും വാഴ നീയോമലാലേ ആമാൻ രാജ്ഞിയെ അണിയിക്കുവാനുള്ള കനക കിരീടം വേഗം കൊണ്ടുവരും. കൽപ്പന പോലെ തിരുമേനി, നീലാകാശത്തിൽ ഉദിച്ചു കയറുന്ന ചന്ദ്രബിംബം പോലെ പ്രശോഭിക്കുന്ന അവിടുത്തെ രാജ്ഞി നമ്മുടെ നാടിന്റെ ഐശ്വര്യ ദേവതയാണ്, സൗഭാഗ്യ ദേവതയാണ്. സൗഭാഗ്യദേവതയുടെ സൽകീർത്തിയാൽ നാടിതു ധന്യമായി തീർന്നിടട്ടെ സൗഭാഗ്യദേവതയുടെ സൽകീർത്തിയാൽ നാടിതു ധന്യമായി തീർന്നിടട്ടെ അവിടുത്തെ രാജ്ഞിയായി ആജ്ഞാനുവർത്തിയായി അടിയനിലെന്നെന്നും കഴിഞ്ഞുകൊള്ളാം അവിടുത്തെ രാജ്ഞിയായി ആജ്ഞാനുവർത്തിയായി അടിയനിലെന്നെന്നും കഴിഞ്ഞുകൊള്ളാം തിരുമനസേ മാലിനിമാരുടെ ശിരോഭൂഷണമായ അങ്ങയുടെ പട്ടമഹിഷി നമ്മുടെ കൊട്ടാരത്തിന് കെടാവിളക്കാണ്. ശുദ്ധമായി കാത്തിടണം സ്വർണ്ണ കിരീടത്തെ നിത്യവിശുദ്ധമായി കാത്തിടണം ഇന്നു മുതൽക്കുന്ന നമ്മുടെ റാണിയെ സ്വീകരിച്ചിടുന്നു ധന്യേ നിന്നെ ഇന്നു മുതൽക്കുന്ന നമ്മുടെ റാണിയെ സ്വീകരിച്ചിടുന്നു ധന്യേ നിന്നെ ആരവിടെ? അടിയൻ കൊട്ടാര നർത്തകിമാരോട് വേഗം വരാൻ പറയും. നമ്മുടെ എസ്തേർ രാജ്ഞി മനം കുളിർക്കെ നൃത്തം കണ്ട് ആനന്ദിക്കട്ടെ. ഉത്തരവ്.
കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. നർത്തകിമാർക്ക് ഉചിതമായ സമ്മാനങ്ങൾ കൊടുത്തയക്കും. സകല സേവകന്മാരും ജനങ്ങളും തന്നെ വന്ദിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. താൻ ചക്രവർത്തിയെക്കാളും മീതയാണെന്ന നാട്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവനിന്ദയും അഹങ്കാരവും ആ തലതിരിഞ്ഞ മനുഷ്യന്റെ മുഖമുദ്രയായി മാറി. എന്നാൽ നല്ലവനും ആദർശധീരനുമായ മർദ്ദക്കോയി മാത്രം ആമാന്റെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറായില്ല. കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ വെച്ച് ആമാനും മർദ്ദക്കോയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകും. കൊടിയക്കാരിയ വിവന് നമുക്കൊരു കടുമരം തന്നെ ഒരുക്കിടണം. കൊടിയക്കാരിയ വിവന് നമുക്കൊരു കടുമരം തന്നെ ഒരുക്കിടണം. എന്തിനാണെന്നൊന്നേ കടുമരം പണിയുന്നു, അപരാധമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. എന്തിനാണെന്നൊന്നേ കടുമരം പണിയുന്നു, അപരാധമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. എന്നെ വണങ്ങാത്ത ദൂതനാം നിന്നെ കടുമരം കേട്ടാറങ്ങുകില്ല. എന്നെ വണങ്ങാത്ത ദൂതനാം നിന്നെ കടുമരം കേട്ടാറങ്ങുകില്ല. എന്റെ ദൈവത്തെയും തിരുവിളിമാരെ ആദരിച്ചിടാൻ എനിക്കറിയാം. എന്റെ ദൈവത്തെയും തിരുവിളിമാരെ ആദരിച്ചിടാൻ എനിക്കറിയാം. കൈവണങ്ങിടണം ചൊല്ലിയാലും ഒരു രജകൃത്യന അങ്ങയെ കൈവണങ്ങിടണം ചൊല്ലിയാലും. എന്നു പറഞ്ഞു നീ ധിക്കാരി നിന്നുടെ വംശത്തെയാകെ കുടിത്തിടും ഞാൻ. എന്നു പറഞ്ഞു നീ ധിക്കാരി നിന്നുടെ വംശത്തെയാകെ കുടിത്തിടും ഞാൻ. ദൈവത്തിനല്ലാതെ ആർക്കുമാവില്ലടോ എന്റെ വംശത്തിൻ കഥ ഗണിക്കാം. ദൈവത്തിനല്ലാതെ ആർക്കുമാവില്ലടോ എന്റെ വംശത്തിൻ കഥ ഗണിക്കാം. നിന്റെ ദൈവത്തെയും നിന്റെ ജനത്തെയും കഴുകന്മാർക്കിരയാക്കി മാറ്റിടുക. നിന്റെ ദൈവത്തെയും നിന്റെ ജനത്തെയും കഴുകന്മാർക്കിരയാക്കി മാറ്റിടുക. അത്രയ്ക്കു ജലിയാതെ പോകുവിൻ അക്കളി തീക്കളി തന്നെയും ഓർത്തുകൊള്ളൂ. അത്രയ്ക്കു ജലിയാതെ പോകുവിൻ അക്കളി തീക്കളി തന്നെയും ഓർത്തുകൊള്ളൂ. ജൂതവർഗത്തിന്റെ നായെ, നിന്നെയും നിന്റെ വംശത്തെയും ഒന്ന് കുഴിച്ചു കൂടും ഞാൻ. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. അടിയൻ പറയൂ. മഹാറാണിയെ മുഖം കാണിക്കാൻ
കൊട്ടാരവാതിക്കൽ ഒരു പുരുഷ കേസരി കാത്തു നിൽക്കുന്നു. ഇങ്ങോട്ട് വന്നിടാൻ ചൊല്ലു വേഗം ആരായിരിക്കും വിരുന്നുകാരൻ. ഇങ്ങോട്ട് വന്നിടാൻ ചൊല്ലു വേഗം ആരായിരിക്കും വിരുന്നുകാരൻ. ഉത്തരവ്. ഏറെ പരിഭ്രമിച്ചെന്റെ മാമൻ ഇന്ദ്രനീലുകത്തിൽ വന്നതെന്തേ. ഏറെ പരിഭ്രമിച്ചെന്റെ മാമൻ ഇന്ദ്രനീലുകത്തിൽ വന്നതെന്തേ. ചൊല്ലുവാനുണ്ടെന്റെ പൊന്മകളെ പരമരഹസ്യം എനിക്കൊരുങ്ങുന്നു. ചൊല്ലുവാനുണ്ടെന്റെ പൊന്മകളെ പരമരഹസ്യം എനിക്കൊരുങ്ങുന്നു. എന്തെന്നു ചൊല്ലുവിൻ ആ രഹസ്യം നീവെടുക്കുന്നതാവരുതേ. എന്തെന്നു ചൊല്ലുവിൻ ആ രഹസ്യം നീവെടുക്കുന്നതാവരുതേ. ഞാനിന്ന് ഗോപുരവാതിൽക്കൽ നിൽക്കവേ കൃത്യന്മാർ തമ്മിൽ പറഞ്ഞതാണേ. ഞാനിന്ന് ഗോപുരവാതിൽക്കൽ നിൽക്കവേ കൃത്യന്മാർ തമ്മിൽ പറഞ്ഞതാണേ. നമ്മുടെ നാദന പൊന്തിരുമേനിയെ കൊല്ലുവാൻ കരുതിക്ക മുൻപ് പോലും. നമ്മുടെ നാദന പൊന്തിരുമേനിയെ കൊല്ലുവാൻ കരുതിക്ക മുൻപ് പോലും. എങ്കിൽ നമുക്കുടനെ തന്നെ തിരുമേനിയെ കണ്ട് കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് പറയാം. ചോര കൊടുക്കുന്ന കൈകളെ കൊത്തുന്ന പാമ്പുകളാണ് അവർ വഞ്ചകന്മാർ. ചോര കൊടുക്കുന്ന കൈകളെ കൊത്തുന്ന പാമ്പുകളാണ് അവർ വഞ്ചകന്മാർ. അവർ കഴുമരം ഏറ്റിയില്ലെങ്കിലോ തിരുമേനി നമ്മൾക്ക് നഷ്ടമാകും. അവർ കഴുമരം ഏറ്റിയില്ലെങ്കിലോ തിരുമേനി നമ്മൾക്ക് നഷ്ടമാകും. പാവനരാകുന്ന ദൈവമാണങ്ങേക്ക് ഏൽപ്പിച്ചു തന്നതീ ഗൂഢസത്യം. പാവനരാകുന്ന ദൈവമാണങ്ങേക്ക് ഏൽപ്പിച്ചു തന്നതീ ഗൂഢസത്യം. അന്ധകാരത്തിൽ വെളിച്ചം വിതയ്ക്കുന്ന സ്നേഹസ്വരൂപനാണീശനെന്നും. അന്ധകാരത്തിൽ വെളിച്ചം വിതയ്ക്കുന്ന സ്നേഹസ്വരൂപനാണീശനെന്നും. വരൂ അമ്മാവ, നമുക്കുടനെ തന്നെ തിരുമേനിയുടെ അടുക്കലേക്ക് പുറപ്പെടാം. മുഴുവനെ അരിയേറ്റ പാമ്പിനെ പോലെ കോപാക്രാന്തനാക്കി. മർദ്ദക്കോയെ മാത്രമല്ല യഹൂദവർഗത്തെ ഒന്നടങ്കം ഉന്മൂലനാശം വരുത്തുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. രാജ്യദ്രോഹികളും രാജ്യനിഷേധികളുമായ പലരും രാജ്യത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നും അവരെ വകവരുത്തേണ്ടത് സിംഹാസനത്തിന്റെ തന്നെ ഭദ്രതയ്ക്ക് ആവശ്യമാണെന്നും ആമാൻ ചക്രവർത്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. തന്റെ വിശ്വസ്ത സേവകനായ ആമാന്റെ വാക്കുകൾ അദ്ദേഹം ചെവിക്കൊണ്ടു. രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് നിരപരാധികളായ യഹൂദവർഗത്തെ മുഴുവൻ പൊരുതികരിക്കാനുള്ള ഒരു തിട്ടൂരം തന്ത്രപൂർവ്വം ആമാൻ കൈക്കലാക്കി.
ആമാൻ, എന്തുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? കേൾക്കട്ടെ. പൊന്നു തിരുമേനി, അത് പറയാൻ അടിയന് ബുദ്ധിമുട്ടുണ്ട്. എന്ത്? വഞ്ചകരാജിലെ തിരുമാലിമാരുടെ കൂത്തരങ്ങായുള്ള നാടുകെട്ടം. വഞ്ചകരാജിലെ തിരുമാലിമാരുടെ കൂത്തരങ്ങായുള്ള നാടുകെട്ടം. അവരുടെ വംശം മുടിക്കാതിരിക്കുകയിൽ നാടിന്റെ തൽപ്പേര് മോശമാകും. അവരുടെ വംശം മുടിക്കാതിരിക്കുകയിൽ നാടിന്റെ തൽപ്പേര് മോശമാകും. അത്തരം ദുഷ്ടരെ കൊന്നൊടുക്കിയിടണം, അത്യധികാരം കൊടുത്തുകൂടാ. അത്തരം ദുഷ്ടരെ കൊന്നൊടുക്കിയിടണം, അത്യധികാരം കൊടുത്തുകൂടാ. തിരുമനസിന്റെ കൽപ്പന കേട്ട് അടിയന്റെ ഉള്ളം ആനന്ദലഹരിയിൽ ആറാടുകയാണ്. ഇതാ 10,000 വെള്ളി താലന്ത് ഇപ്പോൾ തന്നെ അടിയൻ രാജഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതാണ്. താലന്തു വേണ്ട നമുക്കു മഹാപ്രഭു, കൽപ്പന നമ്മൾ നടപ്പിലാക്കാം. താലന്തു വേണ്ട നമുക്കു മഹാപ്രഭു, കൽപ്പന നമ്മൾ നടപ്പിലാക്കാം. ആരുടെ? അടിയൻ. ആമൻ പ്രഭു നിർദ്ദേശിക്കുന്ന പോലെ ഉടൻ ഒരു തിട്ടൂരം തയ്യാറാക്കുക. കൽപ്പന പോലെ. എന്ത്? എന്താണ്? അവിടുത്തെ രാജ്യവും രാജകിരീടവും ഇനിമേൽ സുരക്ഷിതമായിരിക്കും. അവിടുത്തെ രാജ്യവും രാജകിരീടവും ഇനിമേൽ സുരക്ഷിതമായിരിക്കും. നാടിന്റെ ഭദ്രത കാക്കുവാനത്രയ്ക്ക് സർക്കാരുവാണെന്റെ സേവകൻ നീ. നാടിന്റെ ഭദ്രത കാക്കുവാനത്രയ്ക്ക് സർക്കാരുവാണെന്റെ സേവകൻ നീ. ദുഷ്ടസർപ്പങ്ങളെ വെച്ചു വാടിക്കാത്ത ധീരനാമൊരു ധന്യനല്ലോ. ദുഷ്ടസർപ്പങ്ങളെ വെച്ചു വാടിക്കാത്ത ധീരനാമൊരു ധന്യനല്ലോ. ആമൻ, ഇതാ നമ്മുടെ മോതിരം. ഇനി തിട്ടൂരത്തിൽ ഒപ്പുവയ്ക്കും. എല്ലാം മംഗളമായി തിരുമേനി, എല്ലാം മംഗളമായി. എന്നാണ് ഈ രാജ്യദ്രോഹികളെ കൊല്ലേണ്ടതെന്ന് നിശ്ചയിക്കും. കൽപ്പന പോലെ. തീയതി ശരിയായോ? ഇന്നേക്ക് 12-ാം മാസം 13-ാം തീയതി കൂട്ടക്കൊല ചെയ്യാനാണ് നറുക്കു കെട്ടിയിരിക്കുന്നത്. ശരി, ഈ തീയതിയും ഇത് സംബന്ധിച്ച നമ്മുടെ കൽപ്പനയും ഉടനെ തന്നെ വിളംബരം ചെയ്യും. കൽപ്പന പോലെ. ഇന്നേക്ക് 12-ാം മാസം 13-ാം തീയതി ഇന്നാട്ടിൽ താമസിക്കുന്ന കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള എല്ലാ യഹൂദരെയും കൊല്ലുന്നതാണെന്നും അവരുടെ വസ്തുവകകളെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് മുതൽ കൂട്ടുന്നതാണെന്നും ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് കൽപ്പനയായിരിക്കുന്നതായി ഇതിനാൽ വിളംബരം ചെയ്തു കൊള്ളുന്നു.
നമ്മുടെ വംശം മുടിക്കുമെന്ന് രാജവിളംബരം കേട്ടതില്ലേ? നമ്മുടെ വംശം മുടിക്കുമെന്ന് രാജവിളംബരം കേട്ടതില്ലേ? ജൂതകുലത്തെ മുടിക്കുന്നു കാരണമില്ലെന്നറിഞ്ഞതില്ലേ? ജൂതകുലത്തെ മുടിക്കുന്നു കാരണമില്ലെന്നറിഞ്ഞതില്ലേ? ഒരു കാരണവുമില്ല. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും അടിവേരുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. ദുഷ്ടനും സ്വാർത്ഥനും ദുരാഗ്രഹിയുമായ ഹാമാന്റെ കൊടും വഞ്ചനയാണിത്. എന്തു ഞാൻ ചെയ്യേണ്ടു കേവലം ഞാനൊരു നാടി മാത്രം. എന്തു ഞാൻ ചെയ്യേണ്ടു കേവലം ഞാനൊരു നാടി മാത്രം. രാജാധികാരത്തെ ധിക്കരിക്കാൻ ആവില്ലെനിക്കൊരു നാളും നീയോ. രാജാധികാരത്തെ ധിക്കരിക്കാൻ ആവില്ലെനിക്കൊരു നാളും നീയോ. ക്ഷമിക്കണം, തിരുമനസിന്റെ കൽപ്പന കൂടാതെ അവിടുത്തെ സന്നിധിയിൽ മുഖം കാണിക്കാൻ നമുക്ക് അനുവാദമില്ല. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ സന്നിധിയിൽ ഞാൻ ചെല്ലുക? അങ്ങ് തന്നെ പറഞ്ഞാലും. നിങ്ങളുടെ ദൈവം കടലിൽ പോലും വംശത്തെ രക്ഷിക്കാൻ നീയുണരും. നിങ്ങളുടെ ദൈവം കടലിൽ പോലും വംശത്തെ രക്ഷിക്കാൻ നീയുണരും. കൽപ്പനയില്ലാതെ ചെന്നുപോയാൽ പക്ഷേ ജീവനും നഷ്ടമാകും. കൽപ്പനയില്ലാതെ ചെന്നുപോയാൽ പക്ഷേ ജീവനും നഷ്ടമാകും. തിരുമേനിക്കെങ്ങാൻ കനിവു തോന്നി ചെങ്കോലും നീട്ടിയാൽ ഭാഗ്യമായി. തിരുമേനിക്കെങ്ങാൻ കനിവു തോന്നി ചെങ്കോലും നീട്ടിയാൽ ഭാഗ്യമായി. നിരപരാധികളും നിഷ്കളങ്കരുമായ ആയിരക്കണക്കിന് പാവങ്ങൾ ക്രൂരമായി വധിക്കപ്പെടും. ഈ കൂട്ടക്കൊലയിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭയാനകമായ ഈ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഏത് പ്രതിബന്ധങ്ങളെയും തട്ടിത്തകർത്ത് സധൈര്യം മുന്നേറാൻ സർവം സഹയായ നീ തയ്യാറാവണം മോളെ. എങ്കിൽ ഞാൻ സമ്മതിക്കുന്നു മാമ. ദൈവം എന്റെ കൂട്ടിനായി വന്നുകൊള്ളും. എന്റെ ജയത്തിനായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിങ്ങൾ ഇരുന്നു കൊള്ളൂ. ദൈവിക സ്നേഹത്തിൽ പൊന്നിലക്കാനും നീ ധീരയായി മുന്നോട്ട് പോകുമോളെ. ദൈവിക സ്നേഹത്തിൽ പൊന്നിലക്കാനും നീ ധീരയായി മുന്നോട്ട് പോകുമോളെ. നീതിമാനാകുന്ന ദൈവത്തിൻ കൈകൾ ഒരു നാളും കൈവെടിയില്ല നിന്നെ. നീതിമാനാകുന്ന ദൈവത്തിൻ കൈകൾ ഒരു നാളും കൈവെടിയില്ല നിന്നെ. അടിയൻ പറയൂ. തിരുമേനി, മഹാറാണി അങ്ങയെ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. കൽപ്പന പോലെ.
വന്നാലും വന്നാലും മൺകാലത്തയസേ മാമകനാടി മതിവിളക്കേ വന്നാലും വന്നാലും മൺകാലത്തയസേ മാമകനാടി മതിവിളക്കേ ഇത്രത്തിടുക്കത്തിൽ ഇങ്ങോട്ടണയുവാൻ എന്താണ് കാരണം ചൊല്ലിയാലും ഇത്രത്തിടുക്കത്തിൽ ഇങ്ങോട്ടണയുവാൻ എന്താണ് കാരണം ചൊല്ലിയാലും വന്ദനം വന്ദനം സങ്കടാ വല്ലഭ വന്ദനം വന്ദനം പ്രാണനാഥ വന്ദനം വന്ദനം സങ്കടാ വല്ലഭ വന്ദനം വന്ദനം പ്രാണനാഥ സ്വീകരിക്കുന്നു നാം സ്വീകരിക്കുന്നു സാദര സൗഭാഗ്യരാണി നിന്നെ സ്വീകരിക്കുന്നു നാം സ്വീകരിക്കുന്നു സാദര സൗഭാഗ്യരാണി നിന്നെ. തിരുമനസേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തിക്കുവാനാണ് അടിയൻ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. എന്താണ് കേൾക്കട്ടെ കേൾക്കട്ടെ റാണിതന്നുള്ളിലെ ആശയം എന്താണ് കേൾക്കട്ടെ കേൾക്കട്ടെ റാണിതന്നുള്ളിലെ ആശയം എന്നാത്മനായക ഞാനൊരുക്കിയിട്ടുണ്ട് അങ്ങേക്കു നൽകുവാൻ തിരുവരുണം. എന്നാത്മനായക ഞാനൊരുക്കിയിട്ടുണ്ട് അങ്ങേക്കു നൽകുവാൻ തിരുവരുണം. ആവിരുന്നുണ്ണുവാൻ ആമാനുമൊന്നിച്ച് വന്നു ചേരേണം മഹാപ്രഭുവേ. ആവിരുന്നുണ്ണുവാൻ ആമാനുമൊന്നിച്ച് വന്നു ചേരേണം മഹാപ്രഭുവേ. ഇത്രയുള്ളൂ കാര്യം. ഈ ക്ഷണം നാം സ്വീകരിച്ചിരിക്കുന്നു. അടിയനു തൃപ്തിയായി പ്രാണനാഥ, അടിയന്റെ അഭിലാഷം പൂർത്തിയായി. അടിയനു തൃപ്തിയായി പ്രാണനാഥ, അടിയന്റെ അഭിലാഷം പൂർത്തിയായി. ആരുടെ അടിയൻ ഉടൻ പോയി ആമാനെയും പ്രഭുക്കന്മാരെയും രാജസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. കൽപ്പന പോലെ. അടിയനു ചൊല്ലുവാനുണ്ടു തീരാത്ത ദുഃഖത്തിൻ കഥയൊരെണ്ണം. അടിയനു ചൊല്ലുവാനുണ്ടു തീരാത്ത ദുഃഖത്തിൻ കഥയൊരെണ്ണം. എന്തോ കഥയിൽ കണ്ടമയോ ആമകരാണിക്ക് ദുഃഖമെന്നോ എന്തോ കഥയിൽ കണ്ടമയോ ആമകരാണിക്ക് ദുഃഖമെന്നോ. പ്രാണനാഥ, കഥന ഭാരത്താൽ നീറിപ്പുകയുന്ന അടിയന്റെ മനസ്സിന് അങ്ങ് ആശ്വാസമേകിയാലും. കാരുണ്യവാരിതേ, ജഗൽപതേ,
അങ്ങ് എന്നോട് അല്പം കരുണ കാണിക്കൂ. എന്തു വേണ്ടു നിനക്കെന്തു വേണ്ടു മമസഖി മടിയാതെ ചൊല്ലിയാലും എന്തു വേണ്ടു നിനക്കെന്തു വേണ്ടു മമസഖി മടിയാതെ ചൊല്ലിയാലും നമ്മുടെ നാടിന്റെ പാതി വേണോ രാജസിംഹാസനം തന്നെ വേണോ നമ്മുടെ നാടിന്റെ പാതി വേണോ രാജസിംഹാസനം തന്നെ വേണോ ഞാനൊരു പാവം യഹൂദൻ കീഴാത്തി ഇന്നതു നാഥനറിഞ്ഞുകൂടെ ഞാനൊരു പാവം യഹൂദൻ കീഴാത്തി ഇന്നതു നാഥനറിഞ്ഞുകൂടെ എന്റെ വംശത്തിലെ കൊന്നൊടുക്കിയിടുവാൻ കൽപ്പനയിട്ടതും നീതിയാണോ എന്റെ വംശത്തിലെ കൊന്നൊടുക്കിയിടുവാൻ കൽപ്പനയിട്ടതും നീതിയാണോ ജൂതവംശത്തിലെ ആകെ മുടിക്കുവാൻ നമ്മുടെ കൽപ്പന വന്നുവെന്നു ജൂതവംശത്തിലെ ആകെ മുടിക്കുവാൻ നമ്മുടെ കൽപ്പന വന്നുവെന്നു നാം കീഴാതെ നീതിയല്ലാത്തൊരു ഉത്തരവിട്ടവനാരുനാട്ടിൽ നാം കീഴാതെ നീതിയല്ലാത്തൊരു ഉത്തരവിട്ടവനാരുനാട്ടിൽ ഈ ഇരിക്കുന്ന ആമാൻ പ്രഭുവാണ് ആ കൽപ്പിച്ചെല്ലിയ ക്രൂരഹസ്തൻ. ആമാൻ നമ്മുടെ രാജ്യം മുടിപ്പിക്കാൻ ഉദ്യമിച്ച ദുഷ്ടന്മാരെ മാത്രം നിഗ്രഹിക്കാനല്ലേ നാം ഉത്തരവിട്ടത്? നമ്മുടെ കൽപ്പനയുടെ മറവിൽ യഹൂദ വംശത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ മുതിർന്ന നീ നമ്മുടെ സമക്ഷത്ത് നിൽക്കാൻ പോലും യോഗ്യനല്ല. തടന്നു പോകുമ്പോഴോ തിരുമേനി, അടിയനെ കൈപ്പിഴ വന്നതാണ്. ഒന്ന് തിരുമേനി, എനിക്ക് മാപ്പ് നൽകൂ, എനിക്ക് മാപ്പ് നൽകൂ. വിശ്വസേവകനായി കളിച്ചെന്റെ നാട് മുടിക്കാൻ തുനിഞ്ഞവനെ വിശ്വസേവകനായി കളിച്ചെന്റെ നാട് മുടിക്കാൻ തുനിഞ്ഞവനെ മാപ്പു തരില്ലണ നീ മഹാമന്നകൻ തന്നെയല്ലേ മാപ്പു തരില്ലണ നീ മഹാമന്നകൻ തന്നെയല്ലേ തമ്പുരാട്ടി, അടിയൻ അറിയാതെ ചെയ്തു പോയ അപരാധമെല്ലാം പൊറുക്കണം. ദൈവനിന്ദയ്ക്കുള്ള ശാപമാണിതൊക്കെ. സദയം ക്ഷമിച്ച് എനിക്ക് മാപ്പ് നൽകിയാലും ആയിരം ആയിരം പാവം മനുഷ്യരെ കൊല്ലാൻ തുനിഞ്ഞവനല്ലയോ നീ ആയിരം ആയിരം പാവം മനുഷ്യരെ കൊല്ലാൻ തുനിഞ്ഞവനല്ലയോ നീ ഇത്തരം നീചർക്ക് മാപ്പ് നൽകിയിടുകിൽ ഈശ്വരൻ പോലും ക്ഷമിക്കുകയില്ല ഇത്തരം നീചർക്ക് മാപ്പ് നൽകിയിടുകിൽ ഈശ്വരൻ പോലും ക്ഷമിക്കുകയില്ല മഹാറാണി, അറിവില്ലാതെ ചെയ്തു പോയ മഹാ അപരാധത്തിന് ഈ മഹാഭാവിക്ക് മാപ്പ് തരും. അടിയന്റെ ജീവൻ അങ്ങയുടെ കൈകളിലാണ്. അടിയനെ രക്ഷിക്കൂ. ഈ അവിവേകിക്ക് മാപ്പ് നൽകൂ. എനിക്ക് മാപ്പ് നൽകൂ. എന്താണ് നമ്മുടെ മുൻപിൽ വെച്ച് നീ മര്യാദ കെടുക്കാത്തുണ്ടോ? കൊടിയൊരു ദുഷ്ടനാം നിന്നെ നമ്മൾ കൽമരം കേട്ടിടും സത്യമായും കൊടിയൊരു ദുഷ്ടനാം നിന്നെ നമ്മൾ കൽമരം കേട്ടിടും സത്യമായും ദൈവമേ, നീ എന്നെ കാക്കുകയില്ലേ? എന്റെ അപരാധമെല്ലാം പുറത്ത് നീ എനിക്ക് മാപ്പ് തരില്ലേ ദൈവമേ? ദൈവത്തെ നിന്ദിച്ചു തള്ളിയ നീ ദൈവത്തെ എന്തിനും തേടിടുന്നു ദൈവത്തെ നിന്ദിച്ചു തള്ളിയ നീ ദൈവത്തെ എന്തിനും തേടിടുന്നു പൊന്നു തിരുമേനി, എന്നെ കൈവിടട്ടെ. ഈ നാട് കടന്ന് ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. മിണ്ടിപ്പോകരുത്. നമ്മുടെ കൽപ്പനയെ ദുരുപയോഗപ്പെടുത്തി നിരപരാധികളായ ആയിരങ്ങളെ അറുകൊല ചെയ്യാൻ തുനിഞ്ഞ നിനക്കോ മാപ്പ്. നല്ലവനും രാജഭക്തനുമായ മർദ്ദക്കോയ്ക്ക് വേണ്ടി കഴിമരം പണിത നിനക്കോ മാപ്പ്. ദൈവത്തെക്കാൾ താനാണ് ശക്തനെന്ന് വീമ്പിളക്കിയ നിനക്കോ മാപ്പ്. ഇല്ല, നിനക്ക് മാപ്പില്ല, നിനക്ക് മാപ്പില്ല. ആരോട്? ഈ രാജ്യദ്രോഹിയെ തൽക്ഷണം കഴിവിലെത്താൻ നാം ഇതാ കൽപ്പിക്കുന്നു. തിരുമേനിയുടെ ജീവൻ രക്ഷിച്ച മർദ്ദക്കോയെ തൂക്കുന്നതിന് ആമാൻ പ്രഭു ഒരു കൽവരം ഒരുക്കിയിട്ടുണ്ട്. കൊള്ളാം. എങ്കിൽ അതിൽ ആമാൻ തന്നെ തൂങ്ങട്ടെ. ഇത്
ദൈവഹിതമാണ്. അവന്റെ കഴിമലം അവൻ തന്നെ പണിതിരിക്കുന്നു. അവൻ രാജ്യം എവിടെയാണ്? ദൈവനിന്ദയ്ക്കുള്ള സമ്മാനം ഇതാണെന്ന് ലോകമറിയട്ടെ. Thank you.